പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ എന്നെ വല്ലാതെ ഞെട്ടിക്കുകയോ അല്ലെങ്കിൽ സ്തംഭിപ്പിക്കുകയോ സ്തബ്ധനാക്കുകയോ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ കുമാർ സാറിനോട് ഇപ്പോൾ പറയാം. എന്നെ രാവിലെ തിരുവനന്തപുരത്തെ കേശവദാസപുരത്തെ ഒരമ്മ അല്ലെങ്കിൽ ചേച്ചി, ഒരു മുതിർന്ന സഹോദരി എന്നെ വിളിച്ചു, ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞു. രേണുക മോഹൻ എന്നാണ് അവരുടെ പേര്. ഞാൻ അവർ പറയുന്ന കാര്യം സാറിനെ കേൾപ്പിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുരക്ഷ എല്ലാം വെട്ടി കുറച്ച് ഒരു കാറിന്റെ മാത്രം ഒരു അകമ്പടിയോടെ പോകുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്തെന്ന് വെച്ചാല് നമ്മളതൊരു വീഡിയോ ചെയ്തിരുന്നു, അങ്ങനെ കുറയ്ക്കാൻ പോകുന്നു പറഞ്ഞു. ഫസ്റ്റ് നമ്മളാണ് ചെയ്തത്. ഞാൻ കണ്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവനെ കൊടുക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാരും ഈ ജിഹാദികളും ഈ ലോകം മുഴുവനും ഇദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, സങ്കടം വരുന്നു. അതെ, നമുക്കൊക്കെ വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയാണ്, മറ്റുള്ളവരെ പോലെയല്ല, പുള്ളി ചെയ്ത് കാണിക്കുകയല്ലേ. അറിയാം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് നേരം തൊട്ട് ഭയങ്കര സങ്കടമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോയി. സംഭവിക്കില്ല. കേൾക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർത്താണ് ഈ മുതിർന്ന സഹോദരി അമ്മ അല്ലെങ്കിൽ എന്താ കരയുന്നത്. എന്തു തോന്നുന്നു സാർ? നമ്മുടെ രാജ്യത്തെ ഒരുപാട് ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയിൽ വല്ലാത്ത ആശങ്കയിലാണ്. ഇപ്പോൾ ഈ ഓസ്റ്ററിറ്റി ഒരു കോളിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി എല്ലാവരും ഇന്ധന ഉപഭോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മാതൃകയാക്കി. 27ഓളം വാഹനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുള്ളത്. വെറുതെ ആഡംബരത്തിന് പിണറായി പോകുന്നത് പോലെയല്ല. അതിനകത്തൊക്കെ SPGയുടെ കമാൻഡോസ്. അദ്ദേഹത്തിന് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ബംഗ്ലാദേശ്, ചൈന, പിന്നെ IS, ലഷ്കർ, ജയ്ഷെ മുഹമ്മദ്, ഇങ്ങനെ ഒരു ഖാലിസ്ഥാൻവാദികൾ, ഇവരെല്ലാം കൊന്നു കളയാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സുരക്ഷയെല്ലാം കുറച്ചു. ചിലർ പറയും സുരക്ഷയല്ല, വാഹനങ്ങളുടെ എണ്ണമാണ് കുറച്ചതെന്ന്. അതെന്തൊരു ബോഷ്കാണ്. വാഹനങ്ങളിലാണ് സുരക്ഷാ ഭടന്മാരുള്ളത്. അപ്പോൾ ഇന്നലെ ഈ അമ്മ രേണുക മോഹൻ എന്ന് പറയുന്ന ഈ അമ്മ പറഞ്ഞതുപോലെ ഒറ്റ കാറ് മുന്നിലും പുറകിലും ഓരോ അകമ്പടി വാഹനങ്ങളുമായിട്ടാണ്, സ്പെയർ കാർ പോലും ഇല്ല പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നത്. ഇത് ശരിയാണോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? വളരെ ആശങ്ക സൃഷ്ടിച്ച ഒരു വാർത്തയാണിത്. കാരണം കാലം വളരെയേറെ മാറിയിരിക്കുന്നു. ഇപ്പോൾ സുനിലിനെ വിളിച്ച ആ ചേച്ചി രേണുക മോഹൻ, അവരെപ്പോലെ കോടിക്കണക്കിന് വനിതകളും കോടിക്കണക്കിന് പുരുഷന്മാരും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കയുള്ളവരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദി, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ആവശ്യമുള്ള ഒരു രാഷ്ട്ര നേതാവാണ്. ഞാനത് പറയാതെ തന്നെ സുനിലിൽ അറിയാം, അദ്ദേഹം, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ജനങ്ങളുടെ കണ്ണിലെ കരടായതെന്നറിയാം. ശത്രുക്കളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു മുസ്ലിം വനിത അവരുടെ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയെ വധിക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ആക്ഷൻ, ഒരു മലയാളി സ്ത്രീയാണ്. അപ്പം അങ്ങനെയുള്ള തട്ടമിട്ട സ്ത്രീ ഇനി അതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടതല്ലേ, ഹിജാബ് ഇട്ട ഒരു സ്ത്രീ. അപ്പോൾ ഇത് പല രാഷ്ട്രത്തലവന്മാരും, അങ്ങേക്കറിയാലോ, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു നേതാവായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ അവർ എങ്ങനെയാണ് വധിച്ചതെന്ന് 3 തവണ ഇപ്പോൾ ട്രംപിന് വെടിവെച്ചു. ട്രംപ്, അതുപോലെ റൊണാൾഡ് റീഗന് നേരെ വധശ്രമം നടന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. നമ്മുടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. പിന്നെ അത് പക്ഷേ വേറെ കാര്യമുണ്ട്. ഈ വഴിയെ പോയ വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കുക, അതല്ലെങ്കിൽ പറന്നുപോയ അടി ഓടിച്ചെന്ന് മേടിക്കാവുന്ന ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ രാജീവ് ഗാന്ധിയും വധിച്ചു. പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴല്ല,
അതേപോലെ സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫ് പാൾമെ അദ്ദേഹം റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് വെടിവെച്ച് കൊന്നത്. എത്രയോ രാഷ്ട്ര തലവന്മാരെ ഇതേപോലെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും മറ്റുമുള്ള അൽ ഖ്വയ്ദ, അതല്ലെങ്കിൽ ഈ താലിബാൻ സംഘടനകൾ അവരുടെ നേതാക്കന്മാരെ, വലിയ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന നേതാക്കന്മാരെ അവർ നിഷ്പ്രയാസം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. കാലം മാറി സുനിൽ. ഇപ്പോൾ ഈ ഡ്രോൺസ് ഉണ്ട്, ചെറിയ ഡ്രോൺസ് ഉണ്ട്, കിളിയുടെ അത്ര വലിപ്പമുള്ള ഡ്രോൺസ് ഉണ്ട്. കിളിയല്ല, ചിത്രശലഭത്തിന്റെ വലിപ്പം. അതെ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാർക്കേഡ് അല്ലെങ്കിൽ കാവൽക്കേഡ് എന്ന് നമ്മൾ പറയുന്നില്ല, 20-25 കാർ എന്ന് പറയണം. അദ്ദേഹം എവിടെ പോകുമ്പോഴും ഒരു ഓഫീസ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തൊട്ട് അഡീഷണൽ സെക്രട്ടറി വരെയുള്ള ആൾക്കാർ 10-12 പേര് എപ്പോഴും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്യും. അവരുടെ ആ പ്രസൻസ് അത്യാവശ്യമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ഓരോ നിമിഷം ചെല്ലുന്തോറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ലോക രാഷ്ട്രങ്ങളിലുള്ളവർക്ക് എപ്പോഴും നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് പലർക്കും പല ജോലി ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വരുമ്പോൾ, ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നമുക്കറിയാം PMO's ഓഫീസ് ആ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ എഴുതി കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും എല്ലാം ആയിട്ട്. അദ്ദേഹം എപ്പോഴും കണക്റ്റഡ് ആണ് ടു ദ വേൾഡ്. അത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബ്യൂറോക്രാറ്റ്സിൻ്റെ ചുമതലയാണ്. അതിനുള്ള സെക്യൂരിറ്റി നൽകേണ്ടത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അതിന് നിയോഗിച്ചിരിക്കുന്നത്. എലീറ്റ് ഫോഴ്സ് എന്നാണ് പറയുന്നത്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അവർക്കും നിർദ്ദേശമുണ്ട്, പ്രധാനമന്ത്രിയുടെ ഒരു 100 മീറ്റർ ചുറ്റളവിലേക്കെങ്കിലും ഒരു മനുഷ്യർ പോലെ അനധികൃതമായിട്ട് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭീകരവാദികളും അതുപോലെ രാജ്യത്തിനകത്തുള്ള ഭീകരവാദികളും മാവോയിസ്റ്റുകളും രാഷ്ട്രീയ പ്രതിയോഗികളും അദ്ദേഹത്തെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് അറിയാമല്ലോ, ചില രാഷ്ട്രീയ നേതാക്കളുടെ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം, നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോഴോ നരേന്ദ്രമോദിയെക്കുറിച്ച് കാണുമ്പോഴോ ഒക്കെ അവരുടെ മുഖത്തുണ്ടാവുന്ന വ്യതിയാനങ്ങൾ നമുക്കറിയാം. ഞാൻ അതിൽ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും 2-3 പേരുടെ പേര് എനിക്ക് ഭയങ്കര ഭയാനകമായിട്ടുള്ള മുഖമുള്ളവരുണ്ട്. ഒന്ന് നമ്മുടെ ഈ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, ഒരു വലിയ ഭീമാകാരമായ ഷേപ്പ്. ഈ ഹിന്ദി സിനിമയിൽ പണ്ട് ദുഷ്ടന്മാരായിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്, ഇപ്പം അതില്ല. ഷെട്ടി എന്ന് പറഞ്ഞൊരു വില്ലൻ ഉണ്ടായിരുന്നു, തടിയൻ, മൊട്ടത്തലയൻ. അതിന് പകരം ഷെട്ടി മരിച്ചുപോയി. അതിന് പകരം ഇപ്പം ശരിക്കും ദുഷ്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഈ മല്ലികാർജുൻ ഖാർഗെ മതി. അതുപോലെ രാഹുൽ ഗാന്ധി, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ നേരെ നോക്കി പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെയാ പറയണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു വെറുപ്പാണ് അയാളുടെ മുഖത്തെന്നറിയാം. ഞാൻ പറയുമ്പോൾ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, അല്ല, അത് സത്യമാണ്. നമ്മുടെ ഈ നിയുക്ത മുഖ്യമന്ത്രി അയാളുടെ തന്നെ മുഖത്ത് നോക്കിയാൽ പറയാം, നരേന്ദ്രമോദി എന്നുള്ള പേര് കേൾക്കുമ്പോൾ അയാൾക്ക് എന്തൊരു വെറുപ്പാണെന്നറിയാമോ? അല്ല, ഇനിയിപ്പോ മോദി കേരളത്തിൽ വരികയാണെങ്കിൽ സ്വീകരിക്കാൻ സതീശൻ പോകേണ്ടി വരും. അതെ, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ അത് എങ്ങനെയാ, അത് പിന്നെ പ്രോട്ടോകോൾ അങ്ങനെയാണല്ലേ. പക്ഷെ അയാൾ ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ഇനിയിപ്പോ ഉറപ്പായിട്ടും സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോവേണ്ടി വരും. അതെ, അത് കാണാതിരിക്കും. നമ്മുടെ പിണറായി വിജയൻ എപ്പോഴും പോവാറുണ്ടായിരുന്നില്ലേ, ഡൽഹിയിൽ പോകുമ്പോൾ പ്രധാനമന്ത്രിനെ പോയി കാണാറില്ലേ, ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൈയും കൂപ്പി നിൽക്കുന്ന പടം നമ്മൾ വിധേയനായിട്ട് കുനിഞ്ഞ് വളഞ്ഞാ നിൽക്കുന്നത്. അതെ. അപ്പൊ ഇതിപ്പോ ഈ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഈ ഓസ്റ്ററിറ്റി മെഷറിന് തുടക്കമിട്ടത്. ഇപ്പം ഞാൻ ഒരു കാര്യം ഓർമ്മയുണ്ട്, സുനിലിന് ഓർമ്മയുണ്ടാവില്ല, യു വുഡ് ഹാവ് ബീൻ എ സ്മോൾ ബോയ് അറ്റ് ദാറ്റ് ടൈം. ഈ പെട്രോളിൻ്റെ വില 72-73 കാലഘട്ടത്തിൽ കുത്തനെ വർദ്ധിപ്പിച്ചപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടായി രാജ്യത്ത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. അവരെന്ത് ചെയ്തു എന്നറിയൂ? പാർലമെൻറ്റിൽ വരാനായിട്ട് വീട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് കുതിരവണ്ടിയിലാണ് വന്നുകൊണ്ട് 4 കുതിരകൾ, മറ്റേ മനുഷ്യ കുതിരകളല്ല, മനുഷ്യ കുതിരകൾ അവരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ കുതിരവണ്ടിയിൽ അവർ കയറി വന്ന് പിറ്റേ ദിവസം തൊട്ട് കാണുന്നതാണെന്നറിയാമോ? പ്രതിപക്ഷ നേതാക്കന്മാരായ ലാൽകൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി സൈക്കിളും ചവിട്ടിക്കൊണ്ടാണ് വരുന്നത്. ഞാൻ ആ ചിത്രം ഇപ്പോഴും അടുത്ത കാലത്ത് വരെ എൻ്റെ ഉണ്ടായിരുന്നു, ആ ചിത്രം പാർലമെന്റ് ഹൗസിൽ വരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഇന്ദിരാഗാന്ധി കാറിൽ വന്നു. അപ്പോൾ ഈ വാജ്പേയി ചോദിച്ചു, ഒരു ദിവസം കൊണ്ട് ഓസ്റ്ററിറ്റി മെഷേഴ്സ് കഴിഞ്ഞോ?
ഞങ്ങൾ സൈക്കിളിൽ വരാൻ കുഴപ്പമില്ല, നിങ്ങൾ എന്താ യു പിയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി സൈക്കിളിൽ ഇന്നലെ കോടതി പോയി. ഓ ഓക്കെ. എവിടെ? കേരളത്തിൽ? അത് യു പിയിൽ. ഓക്കെ ഓക്കെ. യു പിയിലെ നിയമക്രമ സമാധാന നില വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവിടെ തീവ്രവാദികളില്ല, ഭീകരവാദികളും അല്ല സാർ, ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി വാഹനങ്ങളുടെ എണ്ണം കുറച്ചു, യു പി മുഖ്യമന്ത്രി കുറച്ചു, ബംഗാൾ മുഖ്യമന്ത്രി കുറച്ചു, ആസാം മുഖ്യമന്ത്രി കുറച്ചു, ബീഹാർ മുഖ്യമന്ത്രി കുറച്ചു. അങ്ങനെ കേന്ദ്രമന്ത്രിമാരെല്ലാം, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു മാരുതി സിയാസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാറിലാണ് പോകുന്നത്. ഇന്നോവയൊന്നും അവർക്കില്ല. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, അപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി പോകുന്ന എങ്ങനെയാണെന്ന് ആലോചിക്കാം. മൈ ഗോഡ്. അപ്പോൾ ഇപ്പൊ ഈ നിയുക്ത മുഖ്യമന്ത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, പോലീസ് പൈലറ്റും എസ്കോർട്ടും മാത്രം മതി. എനിക്ക് പൈലറ്റ് എസ്കോർട്ടും വലിയ കാറൊന്നും വേണ്ട, പുതിയ എന്ത് കളറാണെങ്കിലും മതി, പുതിയ കാറൊന്നും മേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലത്, അത്രയും നല്ലത്. പക്ഷെ ഇതിപ്പോ ഞാനീ പറയുന്ന നമ്മുടെ രേണുകാ മോഹൻ എന്ന് പറയുന്ന അമ്മ കരയാണ്. അത് കേട്ടിട്ട് എനിക്ക് തന്നെ കരച്ചിൽ വന്നു. എത്ര ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ അമ്മമാർ, സഹോദരിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രമാത്രം സ്നേഹിക്കുന്നു, കേരളത്തിൽ പോലും. അപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്തായിരിക്കും? മോദിയും കേന്ദ്രമന്ത്രിമാരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണിയുള്ള മുഖ്യമന്ത്രിമാരുമൊക്കെ അവരുടെ വാഹന വ്യൂഹത്തിലെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടും രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടില്ല. അല്ല കാര്യം, കഴിഞ്ഞ ദിവസം സുനിൽ വാർത്ത വിവരണം ചെയ്തില്ലേ, 11 കോടി രൂപ വരുമാനമുള്ള ആൾ 65 കോടി രൂപ മുടക്കി ലോകം ചുറ്റാൻ പോയിരിക്കുന്നത്. ഇതാണ് ഓസ്റ്ററിറ്റി മെഷർ. അത് കോൺഗ്രസ് സ്റ്റൈൽ ഓസ്റ്ററിറ്റി മെഷറാണ്. അല്ല, അതിന് ജയറാം രമേശൊക്കെ മറുപടി പറഞ്ഞു കേട്ടോ. ജയറാം രമേശ് പറഞ്ഞ മറുപടി എന്തറിയോ? ശ്രദ്ധ തിരിച്ചുവിടാനാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നുമില്ല. ഇത് ഈ പെട്രോൾ വില വർദ്ധനയെ കുറിച്ച് ശ്രദ്ധ തിരിച്ചുവിടാനാണ്. അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് പറയണം, ഇതാ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട്, 60 കോടി ആയിട്ടുമുണ്ട്, അതിൻ്റെ കാശ് ഞങ്ങൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കൊടുത്തതാണ്, തീർന്നല്ലോ. അതല്ലാതെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നത് എത്ര മ്ലേച്ഛമാണ്. കാരണം ഉത്തരവില്ല. അത് ആ കുടുംബത്തിലുള്ള ആരെയും പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അവർക്ക് ആരെ വേണേ എന്ത് ചീത്തയും അവരെ കുറിച്ച് പറഞ്ഞാൽ അവർ മറുപടി പറയില്ല. മറുപടി പറയാൻ പറ്റില്ല. ഏതായാലും പ്രിയപ്പെട്ട കേശവദാസപുരത്തെ രേണുക മോഹൻ എന്ന അമ്മ, മുതിർന്ന സഹോദരിയോട് നമുക്ക് കൈകൂപ്പി പറയാം, നമ്മുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഒരു കവചം പോലെ സംരക്ഷിക്കും. എന്നാലും മോദി ഇത്രയ്ക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ലോകത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം പഴയ പോലെ സമ്പൂർണ്ണ സുരക്ഷയോടെ തന്നെ സഞ്ചരിക്കണമെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നൂറുകണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാർ രേണുകാ മോഹനെ പോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യാചിക്കുന്നതാണ് മോദിയുടെ സുരക്ഷ കുറച്ച നടപടി പിൻവലിക്കണം. അവർ ഈ രേണുകാ മോഹൻ എന്ന സഹോദരിയെ ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എടുക്കേണ്ടത്. അല്ല, അദ്ദേഹം, ഞാൻ ആ ഓഡിയോ നമ്മൾ മുഴുവൻ കേൾപ്പിച്ചിട്ടില്ല. തുടക്കത്തിൽ പറയുന്നത്, നമ്മൾ ഈ ചാനൽ ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ 10 സബ്സ്ക്രൈബർമാരിൽ ഒരാളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ആ അമ്മ എനിക്കറിയില്ല. എന്നെ ഇന്ന് യാദൃശ്യമായി ആദ്യമായി വിളിക്കുകയാണ്. നമ്മൾ ഈ ചാനൽ പ്രഖ്യാപിക്കുന്നു, സോഷ്യൽ മീഡിയയിലാണ് പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച ഉടനെ ചാനലിൻ്റെ ലോഗോ പോലും ഇല്ല. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടപ്പോൾ ഒരു 5000-ഓളം പേർ, നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, ചാനലിൻ്റെ പേരില്ല, ലോഗോ ഇല്ല, ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തു. സുനിൽ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കാറിൽ വരികയായിരുന്നു. അപ്പോൾ ഡ്രൈവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഏതാ സ്റ്റുഡിയോ, എവിടെയാണ് പോകണമെന്ന് ചോദിച്ച വർത്താനൊക്കെ പറഞ്ഞു. അയ്യോ, അതാ സുനിൽ സാറിൻ്റെ സ്റ്റുഡിയോ അല്ലേ. സുനിൽ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ് കേട്ടോ. രാജ്യത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം കോപം കണ്ടെങ്കിൽ ജ്വലിക്കുകയാണ്. കാരണം നമുക്ക് രാജ്യമല്ലാതെ പിന്നെന്താ, ഈ ഭാരതമല്ലാതെ നമുക്ക് ലോകത്തൊരിടത്തും ഒരു തരി മണ്ണില്ല സർ, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ അവസാനത്തെ ശ്വാസം വരെ ഈ നാടിനു വേണ്ടി സംസാരിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു നല്ല ശതമാനം ആളുകൾ കണ്ടിട്ടങ്ങ് പോവുകയാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായും ഇന്ന് തന്നെ അത് ചെയ്യണം.